നമസ്കാരം. എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മധ്യപ്രദേശിലെ മൊറേന ജില്ലയിലെ പഠാവലി ഗ്രാമത്തിലാണ്. ഇത് ചമ്പൽ താഴ്വരയിലെ ചമ്പൽ കാടുകളിൽ ഒളിഞ്ഞുകിടന്നിരുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശത്താണ് ഞാൻ എത്തി നിൽക്കുന്നത്. ഇവിടെ ഖാരി പടാവലി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ആ പുരാവസ്തു കേന്ദ്രത്തിലേക്ക് കയറുന്ന അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ശില്പങ്ങൾ വച്ചിട്ടുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ആർക്കിയോളജി സർവേയുടെ ഒരു ലിഖിതവും നമുക്കിവിടെ കാണാൻ കഴിയും. ഏകദേശം 10-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ശിവക്ഷേത്രമായിരുന്നു ഇത്. ജാട്ട് വാസ്തു ശില്പത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. റാണ കാലഘട്ടത്തിലാണിത് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതല്ല, പുരാതന കാലത്ത് കചപഘട്ട രാജാക്കന്മാർ 6-ാം നൂറ്റാണ്ടിൽ പണിതീർത്തു എന്നും പറയപ്പെടുന്നു. പിന്നീട് ഇത് ജൈനമതത്തിൻ്റെ കേന്ദ്രമായി എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ ഈ കോട്ടയിലേക്ക്, ഒരു കോട്ടയാണ്, വളരെ ഉയരത്തിലുള്ള കോട്ട, നല്ല ചൂടാണ്. മധ്യപ്രദേശിലെ ഗ്വാളിയറിനടുത്താണ് ഈ സ്ഥലം, മൊറേന ജില്ലയിൽ. ഈ കോട്ടയിലേക്ക് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ 2 സിംഹങ്ങൾ കാവലായി നിൽക്കുന്ന പടിക്കെട്ടുകളുള്ള അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ആദ്യം എത്തപ്പെട്ടത്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഒരു ശിവലിംഗം നമുക്കവിടെ കാണാൻ കഴിയും, അതിൻ്റെ ആ കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ. അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ വിഗ്രഹങ്ങളും ഇരുന്നിരുന്ന സ്ഥലങ്ങൾ. ഇത് ക്ഷേത്രം പൊളിച്ച് ഏതെങ്കിലും മുഗൾ രാജാക്കന്മാരോ അതുപോലുള്ള രാജാക്കന്മാർ ഇത് വീണ്ടും കോട്ടയായി മാറ്റിയതായിട്ടാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ വാതായനങ്ങളെല്ലാം ഒരു മുഗൾ രീതിയിലാണ്. ഈ കാണുന്നത് ഇവിടെ ഒരു ക്ഷേത്രം, ശിവക്ഷേത്രം ഉണ്ടായിരുന്നത് തകർന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഈ കാണുന്നത് പണ്ട് ക്ഷേത്രത്തോട് ചേർന്നിരുന്ന ഭാഗമായിരുന്നിരിക്കാം. ഇപ്പോൾ വീണ്ടും അത് കോട്ടയായി മാറ്റിയപ്പോൾ അവിടെ ആരെങ്കിലും താമസിച്ചതോ അല്ലെങ്കിൽ രാജാക്കന്മാർ താമസിച്ചതോ മറ്റുമൊക്കെ ആവാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രവും ഈ ഭാഗവുമെല്ലാം ചമ്പൽ കാടിനുള്ളിൽ മൺമറഞ്ഞു പോയ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അങ്ങനെ ചമ്പൽ കാട്ടിൽ മറഞ്ഞുപോയ ഒരു ഭാഗമാണ് ഈ കോട്ടയും ഭാഗങ്ങളും. ഈ ഭാഗത്തേക്കൊന്നും ഒരു മനുഷ്യനും കടന്നു വരില്ലായിരുന്നു. ഈ അപ്പുറത്ത് കാണുന്നതെല്ലാം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ ശില്പങ്ങളെല്ലാം എടുത്ത് വച്ചിട്ടുള്ള, ആർക്കിയോളജിക്കാർ എടുത്തു വച്ചിട്ടുള്ള ഭാഗമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മണ്ഡപം കാണാം. ഈ മണ്ഡപം മാത്രമാണ് നശിക്കാതെ ഈ കോട്ടയ്ക്കുള്ളിൽ കിടക്കുന്ന ഒരു ഭാഗം. ഈ മണ്ഡപത്തിൽ ഒരു നന്ദി പ്രതിമ ഉണ്ടായിരുന്നു. ഏത് ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലും ഒരു നന്ദി പ്രതിമ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊരു നന്ദി പ്രതിമയാണ് ഈ മണ്ഡപത്തിലുണ്ടായിരുന്നത്. അത് നശിപ്പിക്കപ്പെട്ട് താഴെ കോട്ടയ്ക്ക് പുറത്തായി നമുക്ക് പിന്നീട് അത് കാണാം. ഒരു കാലഘട്ടത്തിൻ്റെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാലഘട്ടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഖജുരാഹോയിലെ ശില്പങ്ങൾ പോലെ ഈ ചെറിയ മണ്ഡപത്തിൽ പോലും ഇത്രയ്ക്ക് മനോഹരമായ ശില്പങ്ങളാണ് കൊത്തിവെച്ചിട്ടുള്ളത്. വളരെ കൃത്യമായ രീതിയിൽ ഗുജർ രാജാക്കന്മാരുടെ കാലത്തൊക്കെ നിർമ്മിച്ചിട്ടുള്ളതുപോലെയുള്ള ശില്പങ്ങൾ ഇവിടെ നമുക്ക് കാണാം. അതിമനോഹരമാണ്. ഓരോ അണുവിട വ്യത്യാസമില്ലാത്ത ശില്പങ്ങൾ, കാമശാസ്ത്രം വരെ കൊത്തിവെച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു മണ്ഡപമാണിവിടെ. ഈ കാണുന്നത് നമുക്ക് ഇപ്പോൾ ഈ ശില്പത്തിൽ ഈ മണ്ഡപത്തിൻ്റെ മുകളിലുള്ള ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ഇവിടെ ഇത് കാണാം. ഇത് കണ്ടോ, കാമശാസ്ത്രത്തിൻ്റെ പല രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വിഷ്ണു, ശിവ, അതുപോലെ തന്നെ ബ്രഹ്മ,
വിഷ്ണു ബ്രഹ്മ മഹേശ്വരന്മാരുടെ ചിത്രങ്ങളും അല്ലെങ്കിൽ രൂപങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭദ്രകാളിയുടെ, ചാമുണ്ടിയുടെ രൂപം ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭഗവാൻ പരമശിവൻ്റെ, അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ ഒക്കെ ചരിത്രം പറയുന്ന രാമായണവും അതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധവും ഒക്കെ കാണിക്കുന്ന, ശിവപാർവതിമാരുടെ വിവാഹമൊക്കെ കാണിക്കുന്ന ശില്പങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ചെറിയ മണ്ഡപത്തിൽ പോലും അതിമനോഹരമായി കൊത്തിവെച്ചിരിക്കുകയാണ്. ഈ വാസ്തുശില്പചാരുത നമ്മളെ വല്ലാത്ത ഒരു അനുഭൂതിയിൽ എത്തിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അധികം യാത്രികരൊന്നും ഇവിടെ അങ്ങനെ ചെല്ലാറില്ല. തണുപ്പ് കാലത്താണ് അവിടെ സാധാരണയായി ഈ ഭാഗത്ത് ആളുകൾ ചെല്ലുന്നത്. ഇപ്പോൾ വലിയ ചൂടാണ്, വലിയ യാത്രക്കാരൊന്നും ഈ ഭാഗത്തേക്ക് വരുന്നില്ല. ഇത് കണ്ടോ, ഇത് അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ചിത്രമാണിത്. അതുപോലെ തന്നെ ഇതെല്ലാം ഈ ദ്വാരപാലകന്മാരുടെ അടക്കമുള്ള ആ മണ്ഡപത്തിൽ പരമാവധി എല്ലായിടത്തും രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുകയാണ്. എത്രയോ മനോഹരമായി അത് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ട് കോട്ടയുടെ മുഴുവൻ ഭാഗങ്ങളും ഒന്ന് കാണാൻ ശ്രമിച്ചു. ഇത് കോട്ടയ്ക്കുള്ളിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടിയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ കോട്ടയുടെ പുറംഭാഗമാണ്. ഇത് കോട്ടയുടെ പുറംഭാഗമാണ് ഈ കാണുന്നത്. ഇതവിടെ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇത് പുറത്തേക്ക് പോകുമ്പോൾ, കോട്ടയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് ഇത്തരം നാശോന്മുഖമായ ശില്പങ്ങളും കാര്യങ്ങളും എടുത്തു വച്ചിട്ടുള്ളതാണ് നമുക്ക് കാണുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പിന്നീട് കോട്ടയായി അല്ലെങ്കിൽ കോട്ടയാക്കി മാറ്റി ഏതെങ്കിലും ശക്തികൾ, അതിനെക്കുറിച്ചിട്ടൊന്നും ആധികാരികമായി ഇവിടെ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ പുരാവസ്തു ഗവേഷകർ ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രവും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വീണ്ടും ഞാൻ ആ ഉള്ളിലെ മണ്ഡപത്തിലെ രൂപങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. എത്ര മനോഹരമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കാമശാസ്ത്രത്തിൻ്റെ പല പല രൂപങ്ങൾ നമ്മൾ കാണുകയാണ്. ഇത് നമ്മൾ കോട്ടയ്ക്ക് പുറത്തുള്ള ഭാഗമാണ്. പുറത്ത് അതിൻ്റെ ഒരു നന്ദി പ്രതിമ, തകർക്കപ്പെട്ട നന്ദി പ്രതിമ നമുക്ക് പുറത്ത് കാണാനുള്ള, അവിടെ പൊളിഞ്ഞ നന്ദി പ്രതിമ നമുക്കവിടെ കാണാം. അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ, ഭാരതത്തിൻ്റെ സനാതന മൂല്യങ്ങൾ, സനാതന ധർമ്മങ്ങൾ, ഇതിനെയെല്ലാം നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും അതിനെല്ലാം പുനർജീവിച്ച് ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാണുന്നതാണ് ആ നന്ദി പ്രതിമ. ആ വലിയ നന്ദിയുടെ ഒരു രൂപം ആ മണ്ഡപത്തിലുണ്ടായിരുന്നു. അതെല്ലാം തകർത്ത് കളഞ്ഞു. കാരണം ഒരു ശേഷിപ്പുകൾ തകർത്ത് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മതത്തെ എല്ലാം തകർക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചതിൻ്റെ ഫലം.